ഫ്രണ്ട്സ്, വെൽക്കം ടു ജുലീനാസ് കിച്ചൺ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് വെണ്ടയ്ക്ക പച്ചടിയാണ്. വളരെ ഈസി ആയിട്ട് തയ്യാറാക്കുന്ന വെണ്ടയ്ക്ക പച്ചടി. അതിനായി ഞാനിവിടെ കുറച്ച് വെണ്ടയ്ക്ക എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നല്ലതുപോലെ കഴുകി തുടച്ചെടുത്തിരിക്കുന്നതാണ്. ഒട്ടും ജലാംശം പാടില്ല. നന്നായി കഴുകി തുടച്ചെടുക്കുക. ഇതൊരു 10-22 വെണ്ടയ്ക്ക ഉണ്ട് കേട്ടോ. ഇതിനി നമുക്ക് ചെറുതായി അരിഞ്ഞെടുക്കാം. തീരെ ചെറുതാവാനും പാടില്ല, അധികം വലുതാവാനും പാടില്ല. നമുക്കൊരു മീഡിയം സൈസിൽ കട്ട് ചെയ്തെടുക്കാം. ആദ്യം നമുക്ക് ഇതിൻ്റെ അറ്റം രണ്ടും കട്ട് ചെയ്ത് മാറ്റാം. പിന്നെ ഇത് തീരെ ചെറുതാവരുത്, എന്നാൽ കുറച്ചുകൂടെ വലുതായിട്ട് ഇതുപോലെ അരിഞ്ഞെടുക്കാം. കണ്ടോ, ഏകദേശം ഇത്ര ഒരു തിക്നെസ്സിൽ നമുക്കിത് അരിഞ്ഞെടുക്കാം. ഇപ്പോൾ ഞാൻ വെണ്ടയ്ക്ക എല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാനൊരു കടായി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വെണ്ടയ്ക്ക വറുക്കാനുള്ള എണ്ണ ഇതിലേക്ക് ഒഴിക്കാം. ഇപ്പോൾ എണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് വെണ്ടയ്ക്ക ഇട്ട് കൊടുക്കാം. വെണ്ടയ്ക്ക കൂടുതലുണ്ടെങ്കിൽ നിങ്ങൾ 2 പ്രാവശ്യമായിട്ട് ഇതുപോലെ വറുത്തെടുത്താൽ മതി. എനിക്കിപ്പോൾ വെണ്ടയ്ക്ക കുറച്ച് കൂടുതലുണ്ട്. ഞാൻ പറഞ്ഞില്ലേ 10-22 വെണ്ടയ്ക്ക ഉണ്ടായിരുന്നു. അപ്പോൾ അത് അരിഞ്ഞ് വന്നപ്പോൾ ഞാൻ 2 ട്രിപ്പായിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ വെണ്ടയ്ക്ക ഒരുവിധം ഫ്രൈ ആയി വരുന്നുണ്ട്. ഇനി ഒരു 2 മിനിറ്റും കൂടി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ വെണ്ടയ്ക്ക നന്നായി ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് എണ്ണയിൽ നിന്ന് എടുത്ത് ഒരു സ്ട്രെയിനറിലേക്ക് ഇടാം. ഇതിൻ്റെ എണ്ണ കംപ്ലീറ്റ് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ സ്ട്രെയിനറിലേക്ക് ഇടുന്നത്. ഇനി ബാക്കിയുള്ള വെണ്ടയ്ക്കയും ഇതുപോലെ ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ വെണ്ടയ്ക്ക എടുക്കുമ്പോൾ ശരിക്കും ഇങ്ങനെ ഫ്രൈ ചെയ്ത് വരുമ്പോൾ വളരെയധികം ഇത് ചുരുങ്ങും. അപ്പോൾ ഇപ്പോൾ ഞാനൊരു 22 വെണ്ടയ്ക്കയോളം എടുത്തിട്ടുണ്ടായിരുന്നു. ഒന്നും കേടായി പോയിട്ടൊന്നുമില്ല. അപ്പോൾ ഇത് നമ്മൾ ഫ്രൈ ചെയ്ത് വരുമ്പോൾ വളരെയധികം കുറയും. അപ്പോൾ നമ്മൾ എത്ര ക്വാണ്ടിറ്റി ഉണ്ടാക്കുന്നുണ്ടോ കറി, അതനുസരിച്ച് നമ്മൾ വെണ്ടയ്ക്ക എടുക്കണം. നമ്മൾ വെണ്ടയ്ക്ക നോക്കി നല്ല ഇതുണ്ടോ, നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ടോ, നല്ല ക്രിസ്പി സൗണ്ട് കേട്ടോ. നമുക്ക് ഇതും എണ്ണയിൽ നിന്നും പൊരിയെടുക്കാം. നന്നായി ഫ്രൈ ആയിട്ടുണ്ട്. നേരത്തെ ഫ്രൈ ചെയ്തതിലേക്ക് തന്നെ ആ സ്ട്രെയിനറിലേക്ക് തന്നെ ഇത് ഇട്ട് കൊടുക്കാം. കേട്ടോ, നമ്മൾ ഇത്രയും വെണ്ടയ്ക്ക എടുത്തെങ്കിലും നമ്മൾ ഇത് ലാസ്റ്റ് ഫ്രൈ ചെയ്ത് വന്നപ്പോൾ കുറച്ചുള്ളൂ. ഇത് വേഗം ചെറുതായി പോകും, ചുരുങ്ങും ഈ വെണ്ടയ്ക്ക. ഞാനിവിടെ 1 കപ്പ് നാളികേരം ചിരകിയത് എടുത്തിട്ടുണ്ട്. അതായത് ഒരു ചെറിയ നാളികേരത്തിൻ്റെ 1 മുറി ചിരകിയതാണിത്. 1 കപ്പ് കേട്ടോ. അത് നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇടാം. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ കടുക്, ആ കടുക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് പച്ചമുളക്, അത് നിങ്ങളുടെ എരിവിനനുസരിച്ച് ഇടണം. ഞാനിവിടെ ഇപ്പോൾ 3 പച്ചമുളക് ഇടുന്നുണ്ട്. കാരണം നമ്മൾ തൈരൊക്കെ ഇട്ട് ആക്കുന്നതല്ലേ, അപ്പോൾ അല്പം എരിവ് വേണ്ട. ഇത് അധികം എരിവുള്ള മുളകല്ല, അത് 3 പച്ചമുളക്. ഇനി ഇതിലേക്ക് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത് 500 ml തൈരുണ്ട്. ഇത് നമ്മളുടെ ആവശ്യത്തിന്, ഓരോരുത്തരുടെ ആവശ്യത്തിന് എടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 500 ml തൈര് എടുത്തിട്ടുണ്ട്. അതിൽ നിന്നും അല്പം തൈര് എടുത്തിട്ട് നമുക്ക് ഇതിൽ ചേർത്ത് അരച്ചെടുക്കാം. ഞാനിപ്പോൾ നന്നായി നല്ല പേസ്റ്റ് പോലെ ഇത് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു ബൗളിലേക്ക് ഇടാം. നന്നായി ഒന്ന് ഫോർക്ക് കൊണ്ട് ബീറ്റ് ചെയ്തെടുക്കാം. മിക്സിയിലിട്ട് അടിക്കണ്ട, ഭയങ്കരമായിട്ട് അഴഞ്ഞു പോകും. അപ്പോൾ ജസ്റ്റ് ഈ ഫോർക്ക് കൊണ്ട് ഒന്നിങ്ങനെ ഈ കട്ടകളൊക്കെ ഒന്ന് മാറ്റി കൊടുത്താൽ മതി. ഇപ്പോൾ ഞാൻ നന്നായിട്ട് ഇത് കട്ടകളൊക്കെ മാറ്റി നന്നായി ബീറ്റ് ചെയ്തെടുത്തു. കണ്ടോ, നല്ലൊരു തിക്കായിട്ടുള്ള കേടായിട്ട് ഇരിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ ബീറ്റ് ചെയ്തിരിക്കുന്ന തൈര് നമുക്ക് അരച്ചു വെച്ച അരപ്പിലേക്ക് മിക്സ് ചെയ്യാം.
ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കടുക്, ഉണക്കമുളക്, വേപ്പിലയും താളിച്ചിടാം. ചൂടായ പാനിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഉണക്കമുളകും വേപ്പിലയും ഇട്ട് കൊടുക്കാം. ഇനി ഇത് താളിച്ചത് നമുക്ക് കറിയിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. നമ്മൾ കഴിക്കുന്നതിന് മുന്നേ ഈ ഫ്രൈ ചെയ്ത വെണ്ടയ്ക്ക ഇടുന്നതാണ് ടേസ്റ്റ്. കണ്ടോ, നല്ല ക്രിസ്പി ആയിട്ടിരിക്കുകയല്ലേ. അപ്പോൾ കഴിക്കുന്നതിന് മുന്നേ ഇടുന്നതാണ് വളരെ ടേസ്റ്റായിട്ട് നമുക്ക് കിട്ടുക. പക്ഷേ ഇപ്പോൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇതിലേക്ക് കുറച്ചിടാം. വളരെ ഈസിയും ടേസ്റ്റിയുമായ വെണ്ടയ്ക്ക പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യണം. പിന്നെ തൈര് ഞാൻ എടുത്തിരിക്കുന്നത് അധികം പുളിയില്ലാത്ത തൈരാണ്. അതാണ് ഇതിന് ടേസ്റ്റ് കൂട്ടുക. അപ്പോൾ അധികം പുളിയില്ലാത്ത തൈര് എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. മറ്റൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.